Welcome to Forward Steps Vlogs. This is the fifth part of questions and answers related Kerala Treasury Code exam conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലെ ബില്ലുകൾ മാറുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുന്നത് എപ്രകാരമാണ്? ഉത്തരം: ബില്ലുകൾ മാറുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുകയും ഈ ഉദ്യോഗസ്ഥന്റെ പേരും മാതൃകാ ഒപ്പും ട്രഷറിയിൽ അറിയിക്കുകയും ചെയ്യണം. ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കുന്നതിനായി ബില്ലുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഉത്തരം: ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലെ എൻജിഒമാരുടെ ബില്ലുകൾ ഒരുമിച്ചും വ്യത്യസ്തമായ ഹെഡുകൾക്ക് വെവ്വേറെയും TA ബില്ലുകൾ പ്രത്യേകമായും പ്ലാൻ, നോൺ പ്ലാൻ എന്നിവ വേർതിരിച്ചുമാണ് ബിൽ തയ്യാറാക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർമാരുടെ ശമ്പളവും അലവൻസുകളും മാറിയെടുത്ത് മണി ഓർഡറായി അയച്ചു കൊടുത്താൽ മണി ഓർഡർ കമ്മീഷൻ എപ്രകാരം ഈടാക്കും? ഉത്തരം: തുക അടയ്ക്കുന്ന ട്രഷറിയിൽ കണ്ടിജൻസി അക്കൗണ്ടിൽ അയക്കണം. ട്രഷറി സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനത്തിന് വെളിയിലുള്ള കോടതിയുടെ കോർട്ട് അറ്റാച്ച്മെന്റ് ഡ്രോയിങ് ഓഫീസർ എപ്രകാരമാണ് നടപ്പാക്കുന്നത്? ഉത്തരം: കോടതി ഉത്തരവ് പ്രകാരം അടയ്ക്കേണ്ടുന്ന തുക ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി ചെയ്യുകയും പോസ്റ്റൽ മണി ഓർഡറായി കോടതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. മണി ഓർഡർ കമ്മീഷൻ ജീവനക്കാരിൽ നിന്ന് തന്നെ വസൂലാക്കണം. ഗസറ്റഡ് ഓഫീസർമാരുടെ ട്രാവലിംഗ് അലവൻസ് മാറുന്നതിനുള്ള ബിൽ ഫോം ഏത്? ഉത്തരം: ഫോം TR 47. മാതൃകാ ഒപ്പിന്റെ ഫോം ഏത്? ഉത്തരം: ഫോം TR 74A. ഒരു ഗസറ്റഡ് ഓഫീസറെ മറ്റൊരു തസ്തികയിലേക്ക് സ്ഥലം മാറ്റിയാൽ അക്കൗണ്ടന്റ് ജനറലിൽ നിന്നും പേ സ്ലിപ്പ് കിട്ടാതെ 3 മാസത്തേക്ക് മാറാൻ കഴിയുന്ന ശമ്പളവും അലവൻസുകളും എത്രയാണ്? ഉത്തരം: അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളമോ മുകളിലുള്ള പേ സ്കെയിലിന്റെ മിനിമമോ ഇതിലേതാണോ കൂടുതൽ ആയതിന്റെ DAയും. ലീവ് സാലറി സർട്ടിഫിക്കറ്റിന്റെ TR ഫോം നമ്പർ ഏത്? ഉത്തരം: ഫോം TR 48. ഒരു ഗസറ്റഡ് ഓഫീസർ പുതിയ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകുകയും പഴയ ഓഫീസിൽ നിന്നും ലഭിക്കേണ്ടുന്ന യാത്രപ്പടി പുതിയ സ്ഥലത്തു നിന്നും വാങ്ങുന്നതിനുള്ള നടപടിക്രമം എങ്ങനെയാണ്? ഉത്തരം: പുതിയ ഓഫീസിലെ ബില്ല് മാറുന്ന ട്രഷറിയിൽ നിന്നും പഴയ ഓഫീസിലെ നിയന്ത്രണ ഉദ്യോഗസ്ഥനിൽ നിന്നും ക്ലെയിമിന്റെ നോൺ പേയ്മെന്റ് സർട്ടിഫിക്കറ്റ് സഹിതം ബിൽ മാറാവുന്നതാണ്. സ്റ്റേറ്റിന്റെ കണ്ടിജൻസി ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഉത്തരം: ഫിനാൻസ് സെക്രട്ടറിയാണ്. സ്പെസിമൻ സിഗ്നേച്ചർ കാർഡിന്റെ ഫോം ഏത്? ഉത്തരം: ഫോം TR 74A. ഡ്രോയിങ് ഓഫീസറുടെ സ്പെസിമൻ സിഗ്നേച്ചർ ട്രഷറിയിൽ സമർപ്പിക്കുന്നതിന്റെ നടപടിക്രമം. ഉത്തരം: ഡ്രോയിങ് ഓഫീസറുടെ ഒപ്പ് മറ്റൊരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി ട്രഷറിയിൽ സമർപ്പിക്കണം. സാക്ഷ്യപ്പെടുത്തുന്ന ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പ് ട്രഷറിയിൽ ഉണ്ടായിരിക്കണം. സ്പെസിമൻ സിഗ്നേച്ചർ കാർഡ് ട്രഷറിയിൽ സൂക്ഷിക്കുന്ന സമ്പ്രദായം എങ്ങനെയാണ്? ഉത്തരം: സ്പെസിമൻ സിഗ്നേച്ചർ കാർഡുകൾ സംഖ്യാക്രമത്തിൽ ക്രമീകരിച്ച് ട്രഷറി ഓഫീസർ പൂട്ടി ഭദ്രമായി സൂക്ഷിക്കുന്നു. പേ ബില്ലിൽ നിന്നും പേരുകൾ ഒഴിവാക്കേണ്ടുന്ന വിഭാഗം ജീവനക്കാർ ഏത്? ഉത്തരം: സർവീസ് ബുക്ക് സൂക്ഷിക്കേണ്ടതില്ലാത്ത ജീവനക്കാർ, ലാസ്റ്റ് ഗ്രേഡിലുള്ള ജീവനക്കാർ. ഒരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ LPC ആരാണ് നൽകേണ്ടത്?
ഉത്തരം അവസാനത്തെ ഡ്രോയിങ് ഓഫീസർ. കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത കണ്ടിജന്റ് ബില്ലുകളോടൊപ്പം എത്ര രൂപയിൽ അധികരിച്ചുള്ള സബ് വൗച്ചറുകൾ ഉൾപ്പെടുത്തണം? ഉത്തരം 1000 രൂപയുടെ. ഒരു ജീവനക്കാരനെ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും LPC നൽകുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കുടിശ്ശിക ശമ്പളവും അലവൻസുകളും എങ്ങനെ എഴുതണം? ഉത്തരം പുതിയ ഓഫീസിൽ തയ്യാറാക്കിയ ഡ്യൂഡ്രോൺ സ്റ്റേറ്റ്മെന്റ് പഴയ ഓഫീസിൽ നിന്നും സാക്ഷ്യപ്പെടുത്തി ലഭിക്കണം. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നിവരുടെ ശമ്പളം മാറുന്നതിനുള്ള നടപടികൾ എവിടെ പരാമർശിച്ചിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 197A. റവന്യൂ തിരികെ നൽകിയതിൻ്റെ സബ് വൗച്ചറുകൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കിയെടുക്കുന്ന കോർട്ട് അറ്റാച്ച്മെൻറ്റിൻ്റെ റിക്കവറി തുക കോടതി അകലെയെങ്കിൽ എപ്രകാരം എത്തിച്ചു കൊടുക്കും? ഉത്തരം തുക പോസ്റ്റൽ മണി ഓർഡറായി അയച്ചു കൊടുക്കും. കോർട്ട് അറ്റാച്ച്മെൻറ്റ് തുക മണി ഓർഡറായി കോടതിക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ മണി ഓർഡർ കമ്മീഷൻ ആര് വഹിക്കും? ഉത്തരം ബിൽ തുകയിൽ നിന്നും കണ്ടെത്തണം. മരണമടഞ്ഞ സർക്കാർ ജീവനക്കാരൻ്റെ അതുവരെയുള്ള ശമ്പളവും അലവൻസുകളും വിതരണം എവിടെ നിന്നാണ്? ഉത്തരം മരണമടഞ്ഞ ജീവനക്കാരൻ ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ഓഫീസ് മേധാവി ബില്ലുകൾ മാറി ശമ്പളവും അലവൻസുകളും കുടുംബത്തിന് നൽകണം. ക്യാഷ് ഓർഡറിൻ്റെ സാധുത എത്ര കാലം? ഉത്തരം ഇഷ്യൂ ചെയ്ത് 3 മാസം വരെ. ട്രഷറി ബിൽ ബുക്ക് എഴുതി സൂക്ഷിക്കുന്നത് ഏത് ഫോമിലാണ്? ഉത്തരം ഫോം TR 74. ക്യാഷ് ഓർഡറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകിയാൽ സാധുത എത്ര കാലം? ഉത്തരം ഒറിജിനൽ ഇഷ്യൂ ചെയ്തതു മുതൽ 3 മാസം വരെ. ട്രഷറി ചെക്കിൻ്റെ സാധുത എത്ര കാലമാണ്? ഉത്തരം 3 മാസം. ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ പരിധിക്ക് വെളിയിലുള്ള ഇനങ്ങൾ ഏതൊക്കെ? ഉത്തരം ശമ്പളവും വേജസും റീഫണ്ടും ഡിപ്പോസിറ്റുകളും PF അക്കൗണ്ടിൻ്റെ വിതരണം എന്നിവ. അനാമത്ത് ബാലൻസ് രജിസ്റ്റർ ഏത് ഫോമിലാണ് എഴുതി സൂക്ഷിക്കുന്നത്? ഉത്തരം ഫോം TR 19. TR 81 ഫോമിൽ തയ്യാറാക്കുന്ന പെൻഷൻ ബില്ലിൽ അവസാന വർഷം ഡിസംബറിൽ സത്യവാങ്മൂലം നൽകേണ്ടതില്ലാത്തതാർക്കാണ്? ഉത്തരം ഫാമിലി പെൻഷൻ കൈപ്പറ്റുന്ന മാതാപിതാക്കൾക്ക്. ₹10 താഴെയുള്ള തുകയ്ക്ക് ചെക്ക് സാധാരണയായി ഇഷ്യൂ ചെയ്യാറില്ല. എന്നാൽ അപ്രകാരം ₹10 കുറഞ്ഞ തുകയ്ക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യുവാൻ കഴിയുന്നത് എപ്പോഴാണ്? ഉത്തരം PD ഡിപ്പോസിറ്റിൽ നിന്നുള്ള തുക പിൻവലിക്കൽ, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിന്, പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന്, ട്രഷറി നിക്ഷേപം പിൻവലിക്കുന്നതിന് മുതലായവയ്ക്ക്. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്ക് ബുക്ക് നൽകുന്നതിനുള്ള നടപടി. ഉത്തരം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ ചെക്കിനോടൊപ്പമുള്ള പ്രിന്റഡ് അപേക്ഷയിൽ മേൽ ട്രഷറി ഓഫീസർക്ക് ചെക്ക് ബുക്ക് നൽകാവുന്നതാണ്.
ബില്ലിൻ്റെ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്നാൽ എന്ത്? ഉത്തരം ബില്ലിന് മുകളിൽ ബിലോ റുപ്പീസ് ഓൺലി എന്നെഴുതുന്ന വാചകം. ബില്ലിൽ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടെങ്കിൽ സ്വീകരിച്ചിരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം വെട്ടിത്തിരുത്തി എഴുതിയ ഭാഗം ബില്ലിൽ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തി തന്നെ തീയതിയോടുകൂടിയ പൂർണ്ണമായ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. പേയ്മെൻറ്റ് നടത്തുന്നതിനായി ട്രഷറിയിൽ നിന്നും ലഭിക്കുന്ന ബില്ലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഉത്തരം ക്ലെയിം സംബന്ധിച്ച വിവരങ്ങൾ, ക്ലെയിമിൻ്റെ കാലയളവും അനുവാദ ഉത്തരവും, ഹെഡ് ഓഫ് അക്കൗണ്ട്, ബില്ലിൽ നിന്നും നടത്തേണ്ടുന്ന റിക്കവറികളും ബന്ധപ്പെട്ട ഷെഡ്യൂളുകളും ബില്ലിൽ ഉണ്ടായിരിക്കണം. ഒരു ജീവനക്കാരൻ്റെ ശമ്പള ബില്ലിൽ നിന്നും റിക്കവറി നടത്തുന്നതിന് അധികമായി ഒരു പുതിയ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ലഭിച്ചപ്പോൾ റിക്കവറി നടത്താവുന്ന ആകെ തുകയിലും അധികരിച്ചു എന്നാൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ. ഉത്തരം അറ്റാച്ച്മെൻറ്റ് ഓർഡർ ചെയ്ത കോടതിയിലേക്ക് നിലവിലുള്ള റിക്കവറികളുടെ പൂർണ്ണ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് തുടർ നടപടികൾക്കായി എഴുതണം. റെസീപ്റ്റുകളിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിടുന്ന നടപടി വ്യക്തമാക്കുക. ഉത്തരം 5000 രൂപയിൽ അധികരിച്ച തുകയ്ക്ക് 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിടണം. ഒരു ഗസറ്റഡ് ഓഫീസർ നിലവിൽ ജോലി ചെയ്യുന്ന തസ്തികയുടെ കാലാവധി അവസാനിച്ചുവെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ പേ സ്ലിപ്പ് കിട്ടാതെ ശമ്പളം മാറിയെടുക്കുന്നത് എങ്ങനെ? ഉത്തരം ഫോം TR 112 തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് നിയന്ത്രണ ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തി 3 മാസം വരെ ശമ്പളം മാറാവുന്നതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ അവധി ശമ്പളം മാറിയെടുക്കുന്നതിനുള്ള പകരം സംവിധാനം എങ്ങനെ? ഉത്തരം അധികമായി മാറിയെടുക്കുന്ന തുക തിരികെ നൽകിക്കൊള്ളാമെന്ന ഇൻഡെമിനിറ്റി ബോണ്ട് നേരിട്ട് ഹാജരാക്കുക. അവധി കഴിഞ്ഞ് വീണ്ടും ജോലി പ്രവേശിച്ചതിന് ശേഷം അവധി വേതനം മാറുക എന്നീ മാർഗങ്ങൾ പ്രകാരം. അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ഗസറ്റഡ് ഓഫീസർ നേരിൽ ഹാജരാകാതെ അവധി ശമ്പളം മാറിയെടുക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഏത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിൻ്റെ ലീവ് സാലറി സർട്ടിഫിക്കറ്റും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ലൈവ് സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. കറൻസി ചെസ്റ്റിലെ ബാലൻസിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഈ പണം സർക്കുലേഷനിലുള്ളതല്ല. റിസർവ് ബാങ്കിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ് സർക്കുലേഷനിൽ പെടുത്തുന്നത്. ജീവനക്കാരുടെ ലീവ് സാലറി, വെക്കേഷൻ ശമ്പളം എന്നിവ വിവിധ കാലയളവുകളിലായി വെവ്വേറെ സമർപ്പിക്കുമ്പോൾ ഓരോന്നിനും ലൈവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണോ? ഉത്തരം വേണ്ട, ഒരു ലൈവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഫോം TR 50 തയ്യാറാക്കുന്ന ഇൻഡെമിനിറ്റി ബോണ്ട് ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം ട്രഷറി ഓഫീസറുടെ. നോൺ ഗസറ്റഡ് ജീവനക്കാരൻ്റെ ശമ്പളവും അലവൻസുകളും മാറുന്ന ബിൽ ഫോം ഏത്? ഉത്തരം ഫോം TR 51. ഗസറ്റഡ് തസ്തികയിലുള്ള ജീവനക്കാരുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആരാണ്? ഉത്തരം ട്രഷറി ഓഫീസർ. പ്രതിമാസ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിനോടൊപ്പം ആരുടെയെല്ലാം ആബ്സെൻറ്റി സ്റ്റേറ്റ്മെൻറ്റാണ് ഉൾപ്പെടുത്തേണ്ടത്? ഉത്തരം ലീവിൽ തുടരുന്നവർ, ഡെപ്യൂട്ടേഷനിൽ പോയവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ എന്നിവരുടെ. യാത്രപ്പടിയുടെ ബില്ല് എപ്പോഴാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്? ഉത്തരം യാത്ര ചെയ്തതിൻ്റെ തൊട്ടടുത്ത മാസം. ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് പ്രമോഷൻ ലഭിക്കുന്നതിന് മുൻപ് ജോലി ചെയ്തിരുന്ന നോൺ ഗസറ്റഡ് തസ്തികയിലെ
ശമ്പളവും അലവൻസുകളും ലഭിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ തുക മാറി നൽകും. ഗസറ്റഡ് തസ്തികയിലുള്ള ജീവനക്കാരൻ്റെ LPC നൽകുന്നത് ആരാണ്? ഉത്തരം: അവസാനം ശമ്പളം മാറിയ ട്രഷറിയിലെ ട്രഷറി ഓഫീസർ. ഏതൊക്കെ ബില്ലുകളിലാണ് കൺട്രോളിംഗ് ഗസറ്റഡ് ഓഫീസറുടെ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ളത്? ഉത്തരം: നോൺ ഗസറ്റഡ് ജീവനക്കാരൻ ഓഫീസ് മേധാവിയായുള്ള ഓഫീസിലെ കണ്ടീജന്റ് ബിൽ മാറുന്നതിന് ഗസറ്റഡ് ഓഫീസർമാരുടെ ബിൽ ഫോമിൽ ശമ്പളവും ടിഎയും മാറുന്ന നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് ഗസറ്റഡ് ഓഫീസർമാരുടെ യാത്രപ്പടി ബില്ലുകൾ എന്നിവയിൽ. കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമില്ലാത്ത കണ്ടീജന്റ് ബിൽ ഫോം ഏത്? ഉത്തരം: ഫോം TR-59C. ലാപ്സ് ആയിട്ടുള്ള റവന്യൂ ഡിപ്പോസിറ്റുകൾ തിരികെ നൽകുന്നതിന് ആരുടെ അനുവാദം ആവശ്യമാണ്? ഉത്തരം: അക്കൗണ്ടന്റ് ജനറലിന്റെ അനുവാദം. TR-72 ഫോമിൽ ട്രഷറി ഓഫീസുകൾ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഏത്? ഉത്തരം: തൻ്റെ ട്രഷറിയിൽ നിന്നും ശമ്പളം മാറുന്ന ഗസറ്റഡ് ഓഫീസർമാരുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന രജിസ്റ്റർ. അബ്സ്ട്രാക്ട് ബില്ലുകൾ എപ്പോഴാണ് തയ്യാറാക്കുന്നത്? ഉത്തരം: കണ്ടീജന്റ് ബില്ലുകൾ പേയ്മെന്റിന് ശേഷം കൺട്രോളിംഗ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യേണ്ടി വരുമ്പോൾ. നിരതദ്രവ്യം തുക ഭാഗികമായി പിൻവലിച്ചു നൽകാറുണ്ട് എന്ന പ്രസ്താവന ശരിയോ? ഉത്തരം: തെറ്റാണ്. ട്രഷറിയും കോടതിയും ഒരേ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ കോർട്ട് അറ്റാച്ച്മെന്റ് ഇനത്തിൽ റിക്കവറി നടത്തിയ തുക എങ്ങനെ അടയ്ക്കണം? ഉത്തരം: മാസത്തിലൊരിക്കൽ ക്യാഷായി അടയ്ക്കാം. ഗസറ്റഡ് തസ്തികയിലുള്ള ജീവനക്കാരൻ്റെ അവസാന ശമ്പളം മാറുന്ന രീതി. ഉത്തരം: തയ്യാറാക്കിയ ശമ്പള ബില്ലിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി സാക്ഷ്യപ്പെടുത്തി മേലൊപ്പിട്ട് ട്രഷറിക്ക് അയച്ചു കൊടുക്കുകയും ഇൻറ്റിമേഷൻ ജീവനക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ഇൻറ്റിമേഷൻ ട്രഷറിയിൽ ഹാജരാക്കി ബില്ല് മാറിയെടുക്കാം. ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ചെറിയ തുകയ്ക്കാണ് സാധാരണയായി ഡാഷ് ഇഷ്യൂ ചെയ്യുന്നത്. ഉത്തരം: ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ശമ്പള ബില്ലിനോടൊപ്പം ട്രഷറി ബിൽ ബുക്ക് സമർപ്പിക്കേണ്ടാത്തത് എപ്പോഴാണ്? ഉത്തരം: ഗസറ്റഡ് ഓഫീസറുടെ ശമ്പള ബിൽ സമർപ്പിക്കുമ്പോൾ. ഒരു സബ് ട്രഷറിയിൽ നിന്നും മറ്റൊരു ജില്ലയിലുള്ള ട്രഷറി മുഖേന സഹകരണ സ്ഥാപനത്തിലേക്ക് അടയ്ക്കുന്നതിനായി സബ് ട്രഷറി ഓഫീസർ ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്തു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ഉത്തരം: തെറ്റാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.